ഹായ് ഹലോ. ഇപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും തുടങ്ങണ ഇന്ന് എമ്മി ബേബിനെ ഡേ കെയറിലാക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലായിരിക്കും കേട്ടോ. എന്തായാലും ഇന്ന് ഞാൻ അവനെ കൂട്ടി പോകുന്നുണ്ട്. ഒന്ന് ശീലമായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഒക്കെ ശരിയാവുമെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി. ഇന്ന് ഡേ കെയറിൽ എത്തുന്നതിൻ്റെ മുന്നേ ആൾക്ക് വഴി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോക്ക് എന്നുള്ളത്. എന്നിട്ട് കങ്കാരുവിനെ പോലെ നോക്കുന്നുണ്ടല്ലോ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന്. സംഭവം അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുന്നേ കാര്യം മനസ്സിലായിക്കണ്, ഇതവിടെ ഇട്ടിട്ട് പോകുമ്പോൾ പോകുമെന്നില്ല. എന്നിട്ട് ഇങ്ങനെ ചിണുങ്ങാൻ തുടങ്ങുന്ന സെറ്റപ്പേന്. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ മിസ്സ് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ മിസ്സിനൊക്കെ ഞാൻ അതിന് കാണിച്ചു കൊടുത്തു. അതൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. இல்ல 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 நம்மளுக்கு குளிப்போம் ஆ இல்ல 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 அப்படிலாம் இல்லை, ஃபுல்லே தான். சரி ஓகே அதெல்லாம் ஒன்றும் இல்லை. நம்ம ஸ்கூலில் പോവാ. ഇല്ല ഇല്ല നമ്മൾ പോവാ, നമ്മൾ പോവാ. ഇത് ആരോ എന്നെ നോക്കി കണ്ണുണ്ട് എന്നാ ഉനക്ക് തമ്പി ഇടിച്ചു പോയി പറ. அவ்வளோ சேட்டை பண்ணியா? என்னப்பா கண்ணாடி இடிச்சிக்கிற அளவுக்கு சேட்டை பண்ணியா? ஓருடி சொல்லா இல்ல ട്ടോ. എമ്മിമോനെ അവിടെ ഡേ കെയറിലാക്കി വരുമ്പോൾ ഭയങ്കര വിഷമം കേട്ടോ. നല്ല ഇടങ്ങേറുണ്ടാവും. പിന്നെ വേറെ വഴിയില്ലല്ലോ, ഒന്ന് ശീലമായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അല്ലാതെ നമ്മളിപ്പോൾ അതിങ്ങനെ നോക്കി ഇന്ന കുട്ടി കരയെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ കാലാകാലം വീട്ടിലിരിക്കുക തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും ഞാൻ ഓനെ കൊണ്ടുപോയി പിന്നെ ഞാൻ തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ വന്ന്. ഒരു 1 അവറിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു മണിക്കൂർ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഓൻ കരിയാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യത്തെ 2-3 ദിവസം ഞാൻ അവിടെ ഇരിക്കൽ തന്നെയായിരുന്നു, പുറത്ത് വെയിറ്റ് ചെയ്യും. പക്ഷെ അപ്പോൾ അവിടുത്തെ മിസ്സുമാർ എന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. തിരിച്ചു പോകാൻ പറഞ്ഞു. ഓൻ ഉള്ളിൽ നിന്ന് എന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ഓല എന്നെ അവിടെ വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചു പോരാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാ ദിവസവും കാത്തു നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അവനെ കൂട്ടാൻ പോയപ്പോഴും വലിയ മെച്ചമൊന്നും ഇല്ലായിരുന്നു. നല്ല കരച്ചിൽ തന്നെയായിരുന്നു ചെക്കന്. പിന്നെ അവനും കൊണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങി പോന്ന്. എന്തായാലും ഇപ്പോൾ ഇതൊക്കെ സെറ്റാവണമെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് മുളക് വാങ്ങിക്കാണ്ടായിരുന്നു. മുളക് മാത്രം തീർന്നു പോയിട്ടുണ്ട് വീട്ടിൽ, പച്ചമുളക്. അതിൻ്റെ ഒരു കുഞ്ഞു കടയിൽ കയറി. ഇവിടെ പച്ചക്കറി എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു പലചരക്ക് കടയാണ്. പച്ചക്കറിയൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാനെപ്പോഴും പുറത്തുനിന്ന് വേറൊരു വലിയ കടയിൽ നിന്നാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ. എന്നാലും ഇവിടുന്ന് കുറച്ച് വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിൽ ഓനെ കൊണ്ടുപോയാക്കാൻ പോയി. എന്നിട്ട് ഇവിടെ കണ്ടോ, നമ്മളെ നാട്ടിലൊക്കെ പണ്ട് പൊതിഞ്ഞെന്ന പോലെ പേപ്പറിലാണ് പൊതിഞ്ഞിരുന്നത്. പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞാൻ തിരിച്ച് ഓനെ ആക്കി പോന്നപ്പോഴാണ് ഓർമ്മ വന്നത് അംഗൻവാടിയിൽ നിന്ന് ഓൻ ഈ ആഴ്ചത്തെ മുട്ട വാങ്ങിക്കാണ്ട്. കണ്ടോ, കുട്ടികൾക്കുള്ള കുറേ ചാർട്ടും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വീട്ടിൽ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോയി. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ രാത്രിയായപ്പോൾ ചെറിയ കുക്കിങ്ങൊക്കെ ആയിട്ട് പോയി. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൽത്തപ്പം എന്നാണ് പറയുക. കൽത്തപ്പം ഞങ്ങൾ കുക്കറിലും ഉണ്ടാക്കലുണ്ട്. ഇത് കുഞ്ഞി കൽത്തപ്പം എന്ന് പറയും. ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കും. എൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടോക്കേണ്ടി. പിന്നെ എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാൽ അധികം വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ബിസിയായി പോകും വർക്കിൻ്റെ കാര്യത്തിലായിട്ട് പോയിട്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ.